പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഫോട്ടോസിന്തസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്സ് ആണെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. യു ക്യാൻ സീ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കളർ, ദാറ്റ് ഈസ് വിബ്ജിയോർ, ക്യാൻ ബി സീൻ ഹിയർ. ഇത് എങ്ങനെയാണ് ഈ കളർ ഉണ്ടാവുന്നത്? ദിസ് കളർ ഈസ് കമ്മിങ് ഫ്രം സൺ. നമുക്കറിയാം, സൺ എന്ന് പറയുന്നത് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജിയാണ്. ഫോട്ടോസിന്തസിസ് നടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എനർജി സപ്ലൈ ചെയ്യുന്നത് സൂര്യപ്രകാശമാണ്. എന്നാൽ ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന വൈവിധ്യമാർന്ന കളറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീജൻ എന്ന് പറയുന്നത് പലതരത്തിലുള്ള സ്പെക്ട്രമുള്ള സൺലൈറ്റിൽ, ഓർ വി ക്യാൻ സേ ദാറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്നൊക്കെ പറയും. വി വിൽ ഡിസ്കസ് ഇൻ ലേറ്റർ. അപ്പൊ അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന സപ്തവർണ്ണങ്ങൾ ചെടികളുടെ ഇലകളിൽ തട്ടിയിട്ടാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത്. അപ്പൊ ഈ പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട ചില ഫിസിക്സ് അടങ്ങിയിട്ടുണ്ട്. So photosynthesis is actually taking place in the leaf. At the same time, the leaf can be collect a certain amount of energy, that energy coming from sun. So we can say that actually the ultimate source of energy is sun. അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് നിർവഹിക്കുന്ന ആളാണ് ഈ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിൽ. Photosynthesis, the biochemical process by which plants capture energy from sunlight and store it in carbohydrates. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫോട്ടോസിന്തസിന്റെ ബേസിക് ആയിരിക്കുന്ന ആസ്പെക്ട്സ് ആണ്. ഫോട്ടോസിന്തസിസ് നമ്മുടെ സിലബസിൽ വളരെ ക്ലിയർ ആയിട്ട് ഫോട്ടോസിന്തസിന്റെ പ്രോസസ്സിൽ ലൈറ്റിന്റെ റോള് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സോ ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദിസ് പെർട്ടിക്കുലർ ആസ്പെക്ട്. നമുക്കറിയാം, ഇത് ലീഫാണ്. ഈ ലീഫിന്റെ ഉള്ളിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള പ്രോസസ് നടക്കുന്നത്. നോ, ഓൾറെഡി നമുക്കറിയാം, നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ എങ്ങനെയാണ് പച്ച ഇല പച്ച നിറത്തിൽ കാണുന്നത്, എന്തുകൊണ്ടാണ് ബ്ലാക്ക് ബോർഡ് ബ്ലാക്ക് നിറത്തിൽ കാണുന്നത്, എന്തുകൊണ്ടാണ് ഗ്രീൻ ബോർഡ് ഗ്രീൻ നിറത്തിൽ കാണുന്നത്, എന്തുകൊണ്ടാണ് വയലറ്റ് കളർ വയലറ്റ് നിറത്തിൽ കാണുന്നത് എന്ന് ചെറിയ ക്ലാസ്സിൽ ടീച്ചേഴ്സ് നമ്മളോട് ചോദിച്ച് നമ്മൾ അതിശയപ്പെടുത്തിയിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഒന്നുമില്ല. ഈ പറയുന്ന സപ്തവർണ്ണങ്ങളിൽ നിന്ന് പച്ച കളർ മാത്രം റിഫ്ലക്ട് ചെയ്യുകയും ബാക്കി മുഴുവനും അബ്സോർബ് ചെയ്യുന്നതും കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഈ പറയുന്ന ഇലകൾ പച്ച നിറത്തിൽ കാണുന്നത്. Why are plants green? See, this is actually the sun. The sun releasing different type of colors in which only one color can be reflected and all other color can be absorbed. Sunlight minus absorbed wavelength or colors equal to the apparent color of the object. ഒരു അപ്പാരന്റ് കളർ, ഒരു ഒബ്ജക്റ്റിന്റെ അപ്പാരന്റ് കളർ എന്താന്നൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. സോ ദിസ് ഈസ് ആക്ച്വലി the things that is happening during the time of photosynthesis, during the time of life process with the help of certain leaves or certain plants. So we can see here it is the reflected light and it is a transmitted light. റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ ലൈറ്റുകളും എന്ത് സംഭവിക്കുന്നു, അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഇതിലെ വസ്തുത. Now, നമുക്കറിയാം, സൂര്യൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട എനർജിയുടെ സോഴ്സ് ആണ് അല്ലെ. രാവിലെ തന്നെ എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത് നമുക്കൊരു എനർജി കിട്ടുന്നത് അതുകൊണ്ടാണ്. because the sun is producing certain amount of energy to those person who is working in the early morning. നോക്കൂ നിങ്ങൾ, സൂര്യൻ പല രീതിയിലും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ്? ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന എനർജി കൊണ്ടാണ് ഒരു പരിസ്ഥിതിയിലെ മുഴുവൻ ചക്രങ്ങളും നടക്കുന്നത്, സൈക്ലിംഗ് നടക്കുന്നത്, കാർബൺ സൈക്കിൾ നടക്കുന്നത്. മറ്റെല്ലാ സൈക്കിളുകളുടെയും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പറയൂ, എന്താണ്? It is sun. So we can say that sun is the ultimate source of energy. നോക്കൂ നിങ്ങൾ, ഇവിടെ sun is the ultimate source of energy. It help plant in the process of photosynthesis, which help to plant to grow. Plant provide us food, and that why photosynthesis is of number of use because of sun. That is why sun is an important source of energy. അപ്പോൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് വൈവിധ്യമാർന്ന പരിസ്ഥിതിക അല്ലെങ്കിൽ എക്കോളജിക്കലി, ഓർ വി ക്യാൻ സേ ദാറ്റ് പലതരത്തിലുള്ള പ്രോസസ് നടക്കുന്നത്. ഓർ സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ഓൾ ദ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആർ ടേക്കിംഗ് പ്ലേസ് in the cell by the help of sun. So we can say that sun is the ultimate source of energy. Light energy harvested by plants, other photosynthetic outcrops. അല്ലെ, ഈ പറയുന്ന സൂര്യപ്രകാശം വലിച്ചെടുക്കാൻ ആർക്ക് മാത്രമേ പറ്റൂ? പ്ലാന്റ്സിന് മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് പ്ലാന്റ്സിന് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്.
നമുക്ക് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തേനെ. എന്നാൽ ഇതേ ചെടികൾക്ക് ഇങ്ങനെ ഒരു കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് this particular plant absorb different types of energy or different types of light, and that will produce different type of products. That products are continuously consumed by the human being. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ബാക്ടീരിയ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കീമോസിന്തറ്റിക് ബാക്ടീരിയ നമുക്കറിയാം. അവർ കെമിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് നടത്തുന്നത്, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ് ഈസ് കോൾഡ് കീമോസിന്തറ്റിക് ഓർഗാനിസം ഓർ കീമോസിന്തറ്റിക് ബാക്ടീരിയ. അവർക്ക് എന്ത് ചെയ്യും, കെമിക്കൽസിന്റെ സഹായത്തോടുകൂടി ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. ബട്ട് ഹിയർ ദേ ആർ സിന്തസൈസിങ് ദെയർ ഫുഡ് ബൈ ദി ഹെൽപ്പ് ഓഫ് ലൈറ്റ്. That is the difference between autotrophs and chemosynthetic bacteria. Autotrophs are those organisms that can synthesize their own food by the help of sunlight, whereas the chemosynthetic bacteria are those bacteria which have a capacity to synthesize their own food with the help of certain chemicals. That's about chemosynthetic bacteria. നമുക്ക് ഇതിൽ സിലബസിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഫോട്ടോസിന്തസിന്റെ ഇക്വേഷൻ. നോക്കൂ, photosynthesis is an anabolic endergonic carbon dioxide requiring process that uses light energy, that is in the form of photon, and water to produce organic macromolecule, that is glucose. അപ്പോൾ യഥാർത്ഥത്തിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഇസ് എ അനബോളിക് പ്രോസസ്. അനബോളിസം മീൻസ് സിന്തസിസ് ആണ്. എൻഡർഗോണിക് എനർജി ഡിപ്പെൻഡിങ് പ്രോസസ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഇൻവോൾവ് ചെയ്യുന്ന പ്രോസസ് ആണ്. റിക്വയറിംഗ് പ്രോസസ് ദാറ്റ് യൂസ് ലൈറ്റ് എനർജി ഉപയോഗിക്കുന്ന പ്രോസസ് ആണ്. ലൈറ്റ് ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത്? ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺ ആണ്. ലൈറ്റ് എപ്പോഴും സഞ്ചരിക്കുന്നത് അത് ഫോട്ടോൺ എന്ന് പറയുന്ന രീതിയിലാണ്, ലൈറ്റിന്റെ ഫോം എന്ന് പറയുന്നത്. ദെൻ ആൻഡ് ആൾസോ ഇറ്റ് റിക്വയർ വാട്ടർ ടു പ്രൊഡ്യൂസ് ഓർഗാനിക് മാക്രോമോളിക്യൂൾ ഗ്ലൂക്കോസ്. അപ്പൊ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ചെടികൾ എന്തൊക്കെ ഉപയോഗിക്കുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു, ലൈറ്റ് ഉപയോഗിക്കുന്നു, വെള്ളം ഉപയോഗിക്കുന്നു. ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഗ്ലൂക്കോസ്. അതിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് 6 carbon dioxide plus 6 H2O is give rise to C6H12O6 plus 6O2. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്. കാരണം എപ്പോഴും 6ലാണ് നമ്മൾ ഈ ഇക്വേഷൻ സമീകൃതമാക്കുന്നത്. That we will discuss in the C3 cycle, C4 like cycle process. But here you should remember what is actually the equation. Equation is 6 carbon dioxide plus 6 H2O give rise to C6H12O6 plus 6O2. This is another important modified equation that is used in nowadays. That is, light energy is converted into chemical energy using light to produce carbon dioxide, water, glucose, oxygen. So നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയെന്ന് മാത്രമല്ല, വേറെ ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ യു ക്യാൻ സി ദ ലൈറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ് നടത്തുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് പ്രൊഡക്ഷൻ ഓഫ് ATP. So ATP is the most important energy source which is used to synthesize sugar. ഇപ്പൊ ലൈറ്റ് റിയാക്ഷനിൽ ATP പ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറയും. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് വി വിൽ ഡിസ്കസ് ലേറ്റർ. ദെൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? അങ്ങനെ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഗ്ലൂക്കോസ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് കെമിക്കൽ എനർജി. അപ്പൊ ഗ്ലൂക്കോസ് ഈ കെമിക്കൽ എനർജിയുടെ സോഴ്സ് ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. ഓക്കെ, this is actually the latest equation. That is 6 carbon dioxide plus 12 H2O give rise to C6H12O6 6O2 plus 6H2O. This is nothing but you should remember, you should impregnate this particular equation into the heart. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഇത് ഇംപ്രിന്റ് ആയിട്ട് നിൽക്കണം. അതിനാണ് ഞാനിത് പല രീതിയിൽ നിങ്ങളോട് പറയുന്നത്. Now, what is actually the basis of photosynthesis? നമുക്കറിയാം, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയൊരു ഫാക്ടറിയാണ്, അല്ലെ? ഒരു ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് ആണ് ഗ്ലൂക്കോസ്. അപ്പൊ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഹരിതകണം എന്ന് പറയുന്ന വളരെ ഹരിതകണം ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്ലോറോപ്ലാസ്റ്റ്, ക്ലോറോഫിൽ, ഈ തരത്തിലുള്ള ഈ ഒരു ഓർഗനിൽ വെച്ചുകൊണ്ട് ലോകത്തിനെ മുഴുവനും തീറ്റിപ്പോറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ഫുഡ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഫാക്ടറിയിൽ വെച്ചുകൊണ്ടാണല്ലോ. അപ്പൊ ഈ ഫാക്ടറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഫാക്ടറിക്കെല്ലാം ഒരൊറ്റ മെഷീനറിയാണ്. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു കുഞ്ഞു ക്ലോറോപ്ലാസ്റ്റ്, നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുന്ന കുഞ്ഞു ക്ലോറോപ്ലാസ്റ്റ്, ആ കുഞ്ഞു ക്ലോറോപ്ലാസ്റ്റിനേക്കാളും ചെറിയായിട്ടുള്ള ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് ക്ലോറല്ല എന്ന് പറയുന്നത് വളരെ യൂണിസെല്ലുലാർ ആൽഗയാണ്. ദെൻ യുഗ്ലീന, ഇല്ലേ? അങ്ങനെയുള്ള ചെറിയ കുഞ്ഞു ആൽഗകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ക്ലോറല്ല കൂടിച്ചേർന്നുകൊണ്ട് ക്ലാമിഡോമോണസ് ആവുന്നു, ക്ലാമിഡോമോണസ് കൂടിച്ചേർന്നുകൊണ്ട് വോൾവോക്സ് ആകുന്നു, വോൾവോക്സുകൾ കൂടിച്ചേർന്ന് വലിയ ആൽഗകളാവുന്നു. അങ്ങനെ കഥ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി എ സിംഗിൾ സെൽ വിച്ച് കണ്ടെയ്ൻ എ ക്ലോറോപ്ലാസ്റ്റ് have a capacity to synthesize food.
അപ്പോൾ ഒരൊറ്റ മോട്ടോർ മതി. ഈ മോട്ടോർ ഉണ്ടെങ്കിൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് നടക്കും. അതുകൊണ്ട് ഫോട്ടോസിന്തസിസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ ചെടി മുതൽ ഏറ്റവും ചെറിയ ഓർഗാനിസം മുതൽ ലോകത്തെ ഏറ്റവും വലിയ ഓർഗാനിസം ആയിട്ടുള്ള സെക്കോയക്കുള്ളിൽ വരെ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ആ ക്ലോറോപ്ലാസ്റ്റ് കൊണ്ടാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ് നടത്തുന്നത്. സോ വാട്ട് ഈസ് ആക്ച്വലി ദ സിഗ്നിഫിക്കൻസ്? വി ക്യാൻ സി. നോക്കൂ നിങ്ങൾ, ഇത് വലിയ ഒരു ഫേൺ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചെടിയാണ്. ദിസ് ഇസ് കെൽപ്പ് എന്ന് പറയുന്ന അക്വാട്ടിക് ഓർഗാനിസം ആണ്. ദിസ് ഇസ് യുഗ്ലിന, യൂണിസെല്ലുലാർ ഓർഗാനിസം, സൈനോബാക്ടീരിയ. ഓൾ ദീസ് ആർ ദ യൂണിസെല്ലുലാർ ഓർഗാനിസം ആൻഡ് ദിസ് ഇസ് സംവാട്ട് ഹയർ പ്ലാന്റ്സ് or higher thalophytic thing or pteridophytic group. ഇതിനൊക്കെ ഫോട്ടോസിന്തസിസ് നടത്താൻ കഴിയുന്ന കുഞ്ഞു മുതൽ വലിയ ആളുകൾ വരെ. Almost all plants are photosynthetic autotrophs, as are some bacteria and protists. ഓക്കെ, ബാക്ടീരിയൽ പ്രോട്ടിസ്റ്റിനൊക്കെ ഈ പറയുന്ന ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റും. ഓട്ടോട്രോഫ്സ് ജനറേറ്റ് ദെയർ ഓൺ ഓർഗാനിക് മാറ്റർ ത്രൂ ഫോട്ടോസിന്തസിസ്. ഓട്ടോട്രോഫ്സ് അതിൻ്റെതായിരിക്കുന്ന ഓർഗാനിക് മാറ്റർ സ്വാഭാവികമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നു ബൈ ദ ഹെൽപ്പ് ഓഫ് ഫോട്ടോസിന്തസിസ്. സൺലൈറ്റ് എനർജി ഈസ് ട്രാൻസ്ഫോർഡ് ടു എനർജി സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് കെമിക്കൽ എനർജി. ഇതിലൊക്കെ ഈ പറയുന്ന സൺലൈറ്റിനെ കെമിക്കൽ ബോണ്ടാക്കി മാറ്റാൻ കപ്പാസിറ്റി ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സെൽ ഓർഗനൽ ഉണ്ട്. ദാറ്റ് സെൽ ഓർഗനൽ ഈസ് കോൾഡ് ക്ലോറോപ്ലാസ്റ്റ്. നോക്കൂ നിങ്ങൾ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. ആൽഗയിലും കുറച്ചുകൂടി വലിയ അക്വാട്ടിക് പ്ലാന്റിലും ലോകത്തെ ഏറ്റവും വലിയ ട്രീയിലും ഒരേ പ്രോസസ് നടക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ദൈവം തമ്പുരാന്റെ സിഗ്നേച്ചർ ഉണ്ട് എന്ന് പറയുന്നത്, അല്ലേ? ദർ ഇസ് എ മാജിക്. ദാറ്റ് മാജിക് ഈസ് നത്തിങ് ബട്ട് ഇൻ ബോത്ത് ഓഫ് ദിസ് ഓർ ഓൾ ദീസ് ഓർഗാനിസം വിച്ച് കണ്ടെയ്ൻ ദ മോസ്റ്റ് പ്രഷ്യസ് സെൽ ഓർഗനൽ കോൾഡ് ക്ലോറോപ്ലാസ്റ്റ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ആ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സെൽ ഓർഗനൽ ഉള്ളത് കൊണ്ടാണ് ഈ പ്രോസസ് ഒക്കെ നടക്കുന്നത്. Now, why are plants are green? എന്തുകൊണ്ടാണ് എല്ലാ ചെടികളും ഗ്രീൻ നിറത്തിൽ കാണുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു. എന്തുകൊണ്ടാണ് ബാക്കി എല്ലാ കളറുകളും അബ്സോർബ് ചെയ്യും, ഇത് മാത്രം റിഫ്ലക്ട് ചെയ്യുന്നത്? പക്ഷെ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരാളുണ്ട്, ഒരു ടോർച്ച് അടിച്ചു കൊടുക്കുന്നത്. ആ ടോർച്ച് അടിക്കുന്നത് സൂര്യനാണ്. ഈ സൂര്യൻ അടിക്കുന്ന ടോർച്ചിൽ, അല്ലെ ടോർച്ചിൽ നിന്ന് പുറത്തോട്ട് വരുന്ന വെളിച്ചത്തിൽ ആരുണ്ട്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഉണ്ട്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം? Different wavelength of visible light are seen by the human eye as different colors. പല കളറുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ കണ്ണിന്റെ ഒരു പ്രത്യേക കഴിവ് കൊണ്ടും അതോടൊപ്പം തന്നെ ഇത് വിബ്ജിയോർ എന്ന് പറയുന്ന കളർ ആയതുകൊണ്ടുമാണ്. അപ്പൊ ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഈ സ്പെക്ട്രത്തിൽ ആരൊക്കെയുണ്ട്? ഗാമ റേസ് ഉണ്ട്, എക്സ് റേസ് ഉണ്ട്, യു വി റേസ് ഉണ്ട്, ഇൻഫ്രാറെഡ് റേസ് ഉണ്ട്, മൈക്രോവേവ് റേസ് ഉണ്ട്, റേഡിയോ വേവ്സ് ഉണ്ട്. ഇതിന്റെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട റേസ് ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് വിസിബിൾ ലൈറ്റ്. വാട്ട് ഈസ് വിസിബിൾ ലൈറ്റ്? ദ ലൈറ്റ് വി ക്യാൻ വിഷ്വലൈസ്. നമുക്ക് കാണാൻ കഴിയും. മഴവില്ലിന്റെ വർണ്ണം നമുക്ക് കണ്ട് ആ മനോഹാരിത നമ്മൾ ഒരുപാട് ആസ്വദിച്ച ആൾക്കാരാണ്. എന്താണ് യഥാർത്ഥത്തിൽ? ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് വിബ്ജിയോർ. ഈ വിബ്ജിയോർ ഉള്ള റീജിയനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വിസിബിൾ റേസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് വിസിബിൾ റേസ്? ദോസ് റേസ് വി ക്യാൻ വിസിബിൾ ഇൻ ദ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ആസ് ഡിഫറെന്റ് കളേഴ്സ് ഈസ് കോൾഡ് visible rays. These visible rays which contain having the wavelength of 380 to 750, or we can simply say that which contain the different colors, that is violet, indigo, blue, green, yellow, orange, red. Now, why are all plants are green? നമ്മൾ പറഞ്ഞു, which contain the most important pigment and also the structure called chloroplast. Plant cell have a green chloroplast. എല്ലാ plant cellലും ഒരു green chloroplast ഉണ്ട്. The thylakoid membrane of the chloroplast is impregnated with photosynthetic pigment, that is chlorophyll's carotenoid. ഈ ക്ലോറോഫിലും കരോട്ടിനോയിഡും ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പിഗ്മെന്റ് ആണ്. That pigment can help to synthesize their own food by the help of photosynthesis. Now, എന്താണ് photosynthesisന്റെ importance? What are the importance of photosynthesis? Photosynthesis is one of the only process which produce enormous quantities of organic matter for sustaining the life on the globe. ലോകത്തെ മുഴുവൻ ഭക്ഷിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇത് ഉൽപ്പാദിപ്പിക്കുന്നു. Photosynthesis produce not only build up the bodies of organism. Then you can read all these aspects. All these aspects we were discussed earlier. നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം കൂടി സമ്മറൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കോൾ, പെട്രോളിയം, ഇതൊക്കെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നു. several materials derived from the organic wood, that is natural fibers, drugs, vitamin, etc. Then by photosynthesis, green plants keep the concentration of two gases, that is carbon dioxide and oxygen. Then we have to discuss structural features of leaf, advantages of photosynthesis. That we will discuss in next class. നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് ഇതിലുണ്ട് എന്ന് പറയാം. The structural details will help to synthesize food material.
because which is most precious. So this is the significance and importance of photosynthesis.